ബിഗ് ബോസ് മലയാളം സീസൺ 7 അനീഷും ബിന്നിയും തമ്മിലുള്ള ഒരു ഫൈറ്റ്. ഓക്കെ, അതിനു മുമ്പ് ജിഷന്റെ കാര്യം ഒന്നുകൂടെ പറയണമെന്ന് വിചാരിച്ച്. കാരണം ഒട്ടും ഫെയർ അല്ലാത്തൊരു എവിക്ഷൻ ആയിരുന്നു, വളരെ അൺഫെയർ ആയിട്ടുള്ളൊരു എവിക്ഷൻ ആയിരുന്നു ജിഷന്റെ. സത്യം പറഞ്ഞാൽ ഇന്നലെ ആ ഒരു രംഗം കണ്ടിട്ട് സങ്കടം തോന്നി. ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ലാലേട്ടന് പോലും എനിക്ക് തോന്നുന്നു ഭയങ്കര സങ്കടം തോന്നിയൊരു എവിക്ഷൻ ആയിരുന്നെന്ന് തോന്നുന്നു. കാരണം അത്രയ്ക്ക് സങ്കടം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ജിഷൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പുള്ളിക്ക് അവിടെ നിന്ന് ഗെയിം കളിച്ചിട്ട് മതിയായിട്ടില്ല. കാരണം ജിഷൻ പോലും വിചാരിച്ചിട്ടില്ല ജിഷൻ ഇപ്പോഴേ പോകുന്നു. ജിഷന് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജിഷൻ വരെ ഒന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ PR-ഉം അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് എന്നാൽ ഒരു വ്യക്തിയിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് ഈ ഒരു വോട്ടിങ്ങും ഗെയിമും പോകുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നല്ല നല്ല ഗെയിമറായിട്ടുള്ള ആൾക്കാർ, ടോപ്പ് 5-ൽ എത്തേണ്ട ആൾക്കാർ അവിടുന്ന് ഔട്ടായി പോകേണ്ട ഒരു ഗതികേട് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നല്ലപോലെ മനസ്സിലാക്കി വോട്ട് ചെയ്യാൻ നോക്കുക. ആരെ നിർത്തണം ആരെ നിർത്തണ്ട എന്നൊക്കെ ആലോചിച്ച്. സത്യം പറഞ്ഞാൽ ഈ സാബുമാൻ, അതുപോലെ ഒനിയൻ സാബു, ബിന്നി, ഇവരെക്കാളൊക്കെ എത്രയോ നല്ല പോലെ ഒരു ഗെയിം കളിച്ച് നിന്നൊരു വ്യക്തിയാണ്. ഇവരെക്കാളും എത്രയോ മേളിൽ നിന്നൊരു വ്യക്തിയാണ് ജിഷൻ. ഇപ്പം ജിഷൻ പോകേണ്ട ഒരു ഒരു കാര്യമില്ലായിരുന്നെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് ജിഷൻ ഔട്ടായി. എന്നിട്ട് എല്ലാ വീഡിയോയുടെ താഴെ വന്നിട്ട് അൺഫെയർ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാ സീസണിലും ഇതുപോലെയാണ്. നല്ല രീതിയിൽ കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാളെ ഔട്ടാക്കിയിട്ട് അൺഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു വല്ല കാര്യമുണ്ടോ? വോട്ട് ചെയ്യുന്ന ആൾക്കാർ ആദ്യം മനസ്സിലാക്കി ചെയ്യടേ. ജിഷനൊക്കെ നല്ലൊരു പ്ലെയർ ആയിരുന്നു. കാരണം ജിഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ ജിഷൻ വന്ന സമയത്തും ഈ വീഡിയോയിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിഷൻ നല്ലപോലെ കഴിഞ്ഞ വീഡിയോയിൽ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിഷൻ നല്ല പ്ലെയർ ആണ്, നല്ല ഒരു ഗെയിം കളിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റുള്ള വാഴകളെക്കാളും എത്രയോ ഭേദമായിരുന്നു ജിഷന്റെ ആ ഒരു ഗെയിം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെ, കാരണം ഒരു വ്യക്തിയിലേക്കും നമ്മൾ അങ്ങോട്ട് ഒരു വ്യക്തിയിലേക്ക് മാത്രം പോയി കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ആ വ്യക്തിയുമായിട്ട് ആര് ഫ്രണ്ട്ഷിപ്പ് കൂടുന്നു അവർക്ക് വോട്ട് കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പുറം നിൽക്കുന്ന നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയെ പുറത്തെടുത്ത് കളയുകയും ചെയ്യും. പിന്നെ കടന്നിട്ട് പറയാം അൺഫെയർ. അതിലെന്ത് അർത്ഥമാണുള്ളത്? അപ്പം എന്തായാലും പുള്ളി ഔട്ടായി, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഞാനൊരു ഇത് കണ്ടായിരുന്നു, അനുമോളെ PR ടീമുകളാണ് ജിഷൻ ഔട്ടാക്കി. അങ്ങനെയൊന്നും ഇല്ലടോ. ജിഷൻ വോട്ട് കൊടുത്തില്ല, അത്ര തന്നെ. കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി മാറിയും കളിച്ചു, അത്ര തന്നെ. സാബുമോന്റെ വെയിലത്ത് നിൽക്കുന്ന പരിപാടികളൊക്കെ വന്നപ്പോഴത്തേക്ക് കുറെ ആൾക്കാർ അങ്ങോട്ട് സാബുമോന് വോട്ട് കൊടുത്തു, സിമ്പതിക്ക് വേണ്ടി കുറെ ആൾക്കാർ കൊടുത്തു, അത്രേ ഉള്ളൂ. വോട്ട് കൊടുത്തില്ല. അപ്പൊ ഈ PR-ന് ഒരാളെ PR കളിയാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഇന്നലെ രാത്രി ഷാനവാസും ആദിലും തമ്മിലൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്, അനീഷിനെ പറ്റിയിട്ടാണ്. അപ്പം അനീഷ് ഷാനവാസിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, മറ്റാരെക്കാളും എനിക്ക് നിന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ കാര്യവും ഇഷ്ടം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ടായി. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ തമ്മിൽ നല്ലൊരു റിലേഷൻ ഉണ്ട് കേട്ടോ, ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ചില സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള ആദിലയുടെ ഷാനവാസിന്റെ ഭാഗം എടുത്തു നോക്കി കഴിഞ്ഞാൽ, കാരണം ആദിലയുടെ ഒരു ഇതിലങ്ങ് വീണ് പുള്ളിക്കാരനങ്ങ് പോകുമ്പോഴാണ് പുള്ളിക്കാരന് ഇച്ചിരി നെഗറ്റീവ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുവാണെങ്കിൽ ഈ പെങ്ങള് കുട്ടിക്കാടും, അല്ലെങ്കിൽ അതൊക്കെ ഇങ്ങ് എടുത്ത് കളഞ്ഞ് കളിക്കുവാണെങ്കിൽ എല്ലാവരും നല്ല ഗെയിമറാണ്. ഷാനവാസും അതുപോലെ അനീഷും പിന്നെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. പുള്ളിയുടേതായുള്ള രീതിയിൽ കളിച്ചു പോകുവാണ്. അപ്പം ഇന്നലെ ഇതുപോലെ ഷാനവാസിന്റെ അടുത്ത് അനീഷ് പറയുന്നുണ്ടായിരുന്നു, മറ്റാരെക്കാളും എനിക്ക് നിന്നെയാണ് ഇവിടെ വിശ്വാസം, നിന്നോടാണ് സ്നേഹം, നിന്നോടാണ് കാര്യം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിലൂടെ തന്നെ അവരൊരു അനീഷിന് ഷാനവാസിന്റെ അടുത്ത് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷാനവാസിന്റെ ഇടയ്ക്ക് ആദില വന്ന് കയറിയപ്പം ചെറിയ തെറ്റിദ്ധാരണകൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അനീഷിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ അത് ഷാനവാസ് പറഞ്ഞ് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി കൊടുത്തു. കാരണം ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഷാനവാസ് ആദിലെ വിളിച്ചിരുത്തിയിട്ട് അനീഷിനെ പറ്റി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഇനി അടുത്ത നോമിനേഷനും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തായാലും അനീഷ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെ നിങ്ങളോടൊന്നും ഒരു ദേഷ്യവും വെറുപ്പോ കാര്യങ്ങളൊന്നുമില്ല, പുള്ളിക്കാരൻ്റെ മനസ്സിൽ സ്നേഹം ഉണ്ടായിരിക്കും എന്ന് ഷാനവാസ് യാതിരെ വിളിച്ചിരുത്തി പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല അനീഷ് നിൽക്കുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോഴും പറയുന്നത്, ഈ
ഒരു പെങ്ങള് കുട്ടി കോംബോ അല്ലെങ്കിൽ ഈ ഒരു കാർഡ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഷാനവാസിന്റെ ആ ഒരു ഗെയിമിനെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇവരെല്ലാവരും വന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ അനീഷിന്റെ മനസ്സിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ അല്ലാതെ പുള്ളി അവിടെ ഒരാളെടുത്തും പുള്ളിക്ക് ഒരു വിദ്വേഷവും ഇല്ല, വൈരാഗ്യവും ഇല്ല, ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. ഇപ്പം ഈ ഷാനവാസും അതുപോലെ തന്നെ പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഷാനവാസും നല്ലൊരു ഹ്യൂമനാണ്. ഇപ്പം അനീഷിന്റെ അടുത്ത് ഇപ്പം കഴിഞ്ഞ ഒരു ഇമ്മ്യൂണിറ്റി കാർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പം ആദിലേയും തിരിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കാർഡിന്റെ ഒരു ഇതിൽ അനീഷും ഇതുപോലെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി ഗ്രൂപ്പ് കളിച്ച് എല്ലാവരും കൂടെ ചേർന്നിട്ട് പറഞ്ഞാണ്, ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നിരുന്നാൽ തന്നെ ശരി, ഈ ഒരു ഗ്രൂപ്പും അല്ലെങ്കിൽ ഈ ഒരു ഇപ്പം പെങ്ങള് കുട്ടി കോമ്പോയൊക്കെ പിടിച്ച് മുമ്പോട്ട് പോകാന്നെങ്കിൽ അത് ഉറപ്പായിട്ടൊരു നെഗറ്റീവ് ഉണ്ടാവും. സംഭവം ഗെയിമിന്റെ സമയത്ത് ഗെയിം കളിക്കും, അല്ലാതുള്ള സമയത്ത് അവിടെ എവിടെയൊക്കെ പോയിരുന്നിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയാണ് വേണ്ടുന്നത്. അല്ലാതെ ഇപ്പൊ ഷാനവാസ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞാൻ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന പോലെ ആയിരിക്കത്തില്ല അനീഷ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നതിന്. കാരണം ഇപ്പോഴും ഇനിയും ഷാനവാസിന് അവരെ വിട്ട് പിടിച്ച് ഗെയിം കളിക്കാൻ ഉദ്ദേശമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാനവാസൊക്കെ നല്ലൊരു പ്ലെയർ ആണ്. കാരണം ആദിലയുടെ കൂടെ ചേർന്നിട്ട് പുള്ളി ഇപ്പം പുള്ളിയുടെ ഒരു ഗ്രാഫ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ മനസ്സിലാക്കിയ ഈ ഫാമിലി റൗണ്ട് തുടങ്ങിയല്ലോ, ഫാമിലി ആൾക്കാരൊക്കെ വന്നല്ലോ. അപ്പൊ അവരിലൂടെയൊക്കെ കിട്ടുന്ന ഒരു ക്ലൂ കൊണ്ടിട്ട് അതൊക്കെ മനസ്സിലാക്കി അവരെ അകറ്റി നിർത്തേണ്ടവരെയൊക്കെ ഒന്ന് അകറ്റി നിർത്തി കഴിഞ്ഞാൽ ഷാനവാസ് നല്ലതായിരിക്കും. കാരണം ആൾക്കാർക്ക് അതൊരു വെറുപ്പീരാടേ, ഈ പെങ്ങള് കുട്ടി കോമ്പോ, ലവ് കോമ്പോ, ഇതൊക്കെ ആൾക്കാർ കണ്ട് മടുത്ത്. എനിക്ക് തോന്നുന്നു അനീഷിന് ഷാനവാസിനൊരു പൊസസീവ് ഉണ്ടോയെന്നും തോന്നുന്നു. കാരണം ഇന്നലെ ലൈവില് രാത്രി വ്യക്തമായിട്ട് അനീഷ് ഇത് ഷാനവാസിനോട് പറയുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, പുറത്തിറങ്ങിയാൽ ഞാൻ നിന്നോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ, മിണ്ടത്തുള്ളൂ, നിന്നോട് മാത്രമേ കൂടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആദിലയുടെയും നൂറയുടെയും ഒരു പിറവേ ഒരു സാരിത്തുമ്പിലായതുപോലെ ഷാനവാസിനെ കാണുന്നതുകൊണ്ടായിരിക്കാം അനീഷിന് ഈ ഒരു പൊസസീവ് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഇപ്പം ചില കാര്യങ്ങളിൽ സംസാരിക്കുകയും ഷാനവാസുമായിട്ട് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അനീഷും ബിന്നിയും തമ്മിൽ ഇന്ന് നടന്ന രാവിലത്തെ വഴക്കിനകത്ത് 100% ന്യായം അനീഷിന്റെ ഭാഗത്താണ്. കാരണം ഇതുപോലൊരു കിച്ചൺ ക്യാപ്റ്റൻ, വേസ്റ്റ് ക്യാപ്റ്റൻ, ഇതുപോലൊരു ക്യാപ്റ്റൻ ഇപ്പം ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ബിന്നി ആയിട്ടുണ്ട്. ഇനി എന്താവും എന്ന് നമുക്ക് കണ്ടറിയാം. കിച്ചൺ ഈ കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ബിന്നിയുടെ കിച്ചൺ ക്യാപ്റ്റൻസി. കിച്ചണേ ദുരന്തമായിരുന്നു കേട്ടോ. കിച്ചണിലുള്ള എല്ലാ ആൾക്കാരും ദുരന്തമായിരുന്നു. സമയത്ത് ഫുഡ് കൊടുക്കത്തില്ല, ചായ കൊടുക്കത്തില്ല, അത് കൊടുക്കത്തില്ല, ഇത് കൊടുക്കത്തില്ല. കട്ട് തിന്നാൻ മാത്രമുള്ളൊരു ജന്മമായിരുന്നു നിവിൻ ഉൾപ്പെട്ട ഒരു കിച്ചൺ ടീം അല്ലേ. ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം. മുട്ടയൊക്കെ എനിക്ക് തോന്നുന്നു ആ സീനൊന്നും എപ്പിസോഡിനകത്ത് കാണിച്ചിട്ട് മുട്ടയൊക്കെ എടുത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് ഒളിച്ചിട്ട് കഴിക്കുന്ന നിവിനെയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ രാവിലത്തെ ബിന്നി അനീഷ് തമ്മിലുള്ള ഫൈറ്റിനകത്ത് 100% അനീഷിന്റെ ഭാഗത്താണ് ന്യായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ള ഫുഡിന്റെ വേസ്റ്റ് പോലും കഴിച്ചിട്ട് ആ ഫുഡിന്റെ വേസ്റ്റ് പോലും അവിടെ ഇവിടെ ഇട്ടിരുന്ന് അതുപോലും തുടച്ച് മാറ്റി കളയാതിരുന്ന ബിന്നിയുടെ ഇന്നത്തെ സംസാരം കേട്ട് കഴിഞ്ഞാൽ സത്യം പറയാം ആർക്കാലും ദേഷ്യം വരും. അനീഷ് രാവിലെ ഇറങ്ങി എല്ലാം ക്ലീൻ ചെയ്തു, കുട്ടപ്പനാക്കി, നല്ല വൃത്തിയാക്കി. ക്യാമറ ലൈവ് എൻ്റെ ആൾക്കാർക്ക് അറിയാം, ക്യാമറ നല്ലോണം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. എന്തുവാടേ ഇത്, ഒരു കിച്ചണാണ്, ഒരു കിച്ചണാണ്. കിച്ചൺ കിടക്കുന്ന ഏരിയ എല്ലാം പുഴുത്ത് പുന്തിരിച്ച പോലെ കിടക്കുന്നു അല്ലേ. ക്യാമറ നല്ലപോലെ കാണിക്കുന്നുണ്ട് അതൊക്കെ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് അനീഷ് ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് അത്രയും വൃത്തിഹീനമായിട്ട് കിച്ചൺ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് വന്ന അനീഷ് ഇങ്ങനെ കിച്ചൺ വൃത്തിയാക്കിയില്ല, ഇങ്ങനെയാണോ കിടക്കുന്നത്, നിങ്ങൾ ഇന്നലെ കിച്ചൺ എന്തുകൊണ്ട് വൃത്തിയാക്കിയില്ല, ഇങ്ങനെ ഇട്ടിട്ട് പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബിന്നിയുടെ ഒരുമാതിരി മറ്റെടുത്ത് സംസാരം, അത് ഭയങ്കര മോശമായിപ്പോയി. അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? അത് ഓൾറെഡി നമ്മൾ ഷാനവാസും ബിന്നിയും തമ്മിലുള്ള ഫൈറ്റ് കണ്ടതാണ്. ബിന്നിയുടെ ഒരു ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ, ഒരു കിച്ചൺ ക്യാപ്റ്റനാണ്. സ്വന്തം ടീമിലുള്ള ഒരാള് കുളിക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫുഡ് കാണുന്നില്ല. അപ്പൊ ബിന്നി പറഞ്ഞ സംസാരം എന്താണ്? നിങ്ങളെ പെണ്ണുമ്പിള്ളയെ അടുത്ത് പോയി പറഞ്ഞാൽ മതി, പെണ്ണുമ്പിള്ളയെ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളെ പെണ്ണുമ്പിള്ളയല്ല, നിങ്ങൾക്ക് എല്ലാവരും കഴിക്കുന്ന സമയത്ത് നിന്ന് കഴിക്കണമായിരുന്നു, അല്ലാതെ കുളിക്കാൻ പോകാനും അതിനും ഇതിനും പോകാൻ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് കാണത്തില്ലെന്നുള്ളൊരു മറുപടിയാണ് ബിന്നി അന്ന് പറഞ്ഞത്. വളരെ മോശം കേട്ടോ. ബിന്നിയുടെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം ആയി എന്നാണ് ബിന്നിയുടെ വിചാരം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മോർണിംഗ് ടാസ്കിൽ അങ്ങോട്ട് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിന്നി ഭയങ്കര ഗെയിമറായി കഴിഞ്ഞു എന്നങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ പിന്നെയാണെന്ന് ബിന്നിക്ക് ഇത്രയും ഒരു പൊങ്ങലെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും ബിന്നിയുടെ ഒരു ചില കാര്യങ്ങൾ പറയുമ്പോഴുള്ള ബിന്നിയുടെ ഈ ഓവറായിട്ടുള്ള റിയാക്ഷൻ ഉണ്ടല്ലോ,
അത് വളരെ ബോറിംഗ് ആയിട്ട് വരുവാണ്. മാത്രവുമല്ല വീട്ടുകാരുടെ ഇരട്ടത്താപ്പ് ഇന്ന് പൊളിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് അനീഷ് ജ്യൂസ് കുപ്പി ചവിട്ടിയതിന് ശേഷം ഈ വീട്ടുകാരെന്താണ്, ബാക്കിയുള്ള ആൾക്കാരെന്താണ് പറഞ്ഞത്? ഫുഡ് വേസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇന്ന് രണ്ട് കലം ചോറ് വേസ്റ്റ് ആക്കിയ ബിന്നിക്കെതിരെ എന്തുകൊണ്ട് വീട്ടുകാർ സംസാരിച്ചില്ല? ഫുഡ് വേസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ സംസാരിച്ചില്ല. അനീഷ് കസറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അനീഷ് മാത്രമാണ് ഇന്നിവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അന്ന് ഷാനവാസും ജിസേലും കിച്ചൺ മോശം പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞ് ബിന്നി ഇവർക്കെതിരെ ചാടിത്തിരിച്ചല്ലോ. കർമ്മയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുകൊണ്ട് ഇന്ന് നേരെ അത് ബിന്നിയുടെ തലയിലേക്ക് വന്നങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറിയിരിക്കുകയാണ്. അന്ന് ഷാനവാസിനെയും ജിസേലിനെയും പറഞ്ഞ ബിന്നിക്ക് ഇന്ന് നല്ലൊരു പണി കിട്ടി അല്ലേ? എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ഓവറായിട്ടുള്ള പൊട്ടിത്തെറി ഉണ്ടല്ലോ, എക്സ്പോസ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബിന്നിയുടെ ഏറ്റവും വലിയൊരു ബിന്നിയുടെ ഒരു നെഗറ്റീവ് ഒരു ക്യാരക്ടറിൽ ഉൾപ്പെട്ടൊരു സംഭവമാണ് അത്. കാരണം അനീഷ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ അനീഷ് പൊരിച്ച് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ബിന്നി ഒരു ഡോക്ടർ തന്നെ ആണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ബിന്നി അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് രക്തം കട്ട പിടിക്കാൻ ഏത് വിറ്റാമിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞ് അതിൻ്റെ ആൻസർ പോലും ഒരു ഉറപ്പില്ലാത്ത രീതിയിലാണ് ബിന്നി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കഴിഞ്ഞതിൻ്റെ അങ്ങേ വീക്കിലാണ് തോന്നുന്നു ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഈ പറഞ്ഞിട്ടുള്ള 3 ഹൃദയമുള്ള ജീവി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ബിന്നി ഡോക്ടർ തന്നെ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ, ബിന്നി ഡോക്ടർ ആണോന്ന്. മാത്രമല്ല ഹൈജീൻ്റെ കാര്യത്തിൽ ബിന്നി ഒട്ടും ഇതല്ല. ഒരു ഡോക്ടറൊക്കെ ആണെങ്കിൽ സാധാരണ ഡോക്ടർമാർക്കൊക്കെ ഹൈജീൻ്റെ കാര്യത്തിൽ നല്ല ഡോക്ടർമാർക്ക് ഹൈജീൻ എന്ന് പറയുന്ന സാധനം വേണം. കാരണം രോഗികളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഡോക്ടർമാർ അല്ലേ? അവര് പല രോഗികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഒരു ഹൈജീനും ഇല്ലാതെ കൈയും ഒന്നും വാഷ് ചെയ്യാതെ ഒരു വൃത്തിയില്ലാതെ പല രോഗികളെയും ചെന്ന് ഇന്ററാക്ട് ചെയ്തിട്ടായിരിക്കും ഇവർ വീട്ടിലേക്ക് ചെല്ലുന്നത് അല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഒരു കിച്ചന്റെ അവസ്ഥ കണ്ടിട്ടും അനീഷിനോട് ഇത്രയും കയർത്ത് സംസാരിച്ച് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത് കേട്ടോ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ട്. ഇന്നത്തെ അനീഷിന്റെയും ബിന്നിയുടെയും ഫൈറ്റിനകത്ത് ആരെ ഭാഗത്താണ് ന്യായം എന്ന് നിങ്ങൾ പറയുക. ഞാൻ 100-ൽ 200% ഞാൻ പറയുവാണ് അനീഷിന്റെ ഭാഗത്താണ് ന്യായം എന്ന്. ആ വീട്ടുകാരെ ഇരട്ടത്താപ്പ്, മറ്റുള്ള ആൾക്കാർ ഇരട്ടത്താപ്പ് വരെ ഇന്ന് പൊളിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്കും കൂടെ ചെയ്യുക. അപ്പം സീ യു.